കാതില തൂതുവിട്ട് അണ്ണനെങ്ങനെ വെപ്പൻ ശേഖരന്റെ പേര് വന്ന? എടാ നീയൊക്കെ ആളെ കുത്താനേ വെപ്പണെടുക്കും. നമ്മുടെ ശേഖരണ്ണൻ പല്ലു കുത്താൻ തന്നെ വെപ്പണെടുക്കും. അല്ല ചേട്ടൻ എത്ര പേരെ കൊന്നു കാണും? വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുമ്പോ ഒരു 10-15 പേരെ കൊന്നിട്ടുണ്ടാവും. എടാ എടാ വെള്ളമൊഴിക്ക് വെള്ളമൊഴിക്ക്. ഇന്നലത്തെ ബീറിന് ഒടുക്കത്തെ നാറ്റം. ഹലോ ഹലോ ശേഖർ ചേട്ടാവാ? ശേഖർ ചേട്ടൻ ഇവിടെ അല്ല, റോങ് നമ്പർ. ആരാടേ? ചേട്ടാണോന്ന് ചോദിച്ചു. റോങ് നമ്പർ വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. അണ്ണാ ഫോൺ. എന്തോ ആടെ ഫോണ്. ഹലോ ശേഖർ ചേട്ടാ, ഞാൻ ബിന്ദു. അണ്ണാ സേട്ടാണോന്ന് ചോദിച്ചു. പറ ബിന്ദു. ചേട്ടാ ഒരാൾ വന്നാங்க ട്രിവാൻഡ്രത്തിലേந்து இங்க வந்து நீனாவை பத்தி விசாரிச்சாங்க. அப்புறம் போயிட்டாரு. അവന്റെ പേരെന്താ? അവൻ പേര് നന്ദുന്ന് சொன்னா. ആളെങ്ങനാ? എന്നെ പോലെ ഉണ്ടായിരുന്നോ? ഇല്ല ചേട്ടാ, ரொம்ப அழகா இருந்தா. എപ്പോഴാ പോയത്? 5 മിനിറ്റ് ആச்சு. വണ്ടിയുടെ കളർ എന്താ? വൈറ്റ് ടെസ്റ്റർ നമ്പർ 1212. പിന്നെ വിളിക്കാം. അട്ടപ്പാടിക്ക് വരണമെങ്കിൽ മൊട്ടമല കഴിഞ്ഞു വേണ്ടേ ഇങ്ങോട്ട് വരാൻ? എടേ വണ്ടി എടുക്കടേ. കണ്ണാണില്ലേ? ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ചത്തുപോയിരുന്നെ. എടേ ബ്രേക്ക് ചവിട്ടിയത് കൊണ്ടാ നീ മരിക്കാൻ പോണേ. ആരോടാ? എടേ എന്തടേ? വെപ്പൺ ശേഖർ അറിയണോ നിനക്ക്? വെപ്പൺ എന്താണെന്നറിയാം, ശേഖർ ആരാന്നറിയില്ല. പൊക്കടാവനെ. എടേ അവനെ പിടിച്ച് വണ്ടിയിലിട്. എന്തോന്നടാ ഇത്, കാണ്ടാമൃഗോ? എടാ നിന്നെ ഇടിച്ചടിച്ച് ഞാൻ പഞ്ചറായി. മര്യാദയ്ക്ക് പറ, നീ രവിയുടെ ആളാണോ നീനയുടെ ആളാണോ? ഞാൻ ആരുടെ ആളുമല്ല. എന്റെ പെണ്ണിന്റെ പേര് മധുന. അവളല്ലാതെ എന്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. കലിപ്പാക്കല്ലേ. രവി നീനി എവിടെ? രവി നീനെ എവിടെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ അറിയാനാ? സംസാരിക്കടാ. രണ്ടെണ്ണത്തിന് താടിയുണ്ട്, കൂട്ടുകാർ തന്നെ. ഇങ്ങോട്ട് നോക്ക്, ഇവനാണ് രവി. ഇവനോട് ചേർന്നല്ല അടിച്ചത്. നല്ലോണം നോക്കടേ. അറിയില്ല. യവൻ തന്നെ രവി, യവൻ തന്നെ രവി. കൊരങ്ങൻ കൊരങ്ങൻ. തിരുവനന്തപുരത്തെ വലിയ പുള്ളിയാ ഞങ്ങളുടെ അണ്ണൻ. അറിയോടെ? ആശുപത്രി, ക്വാരി, റിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് എല്ലാ കച്ചവടം അണ്ണനുണ്ട്. ആ അണ്ണന്റെ അടുത്താണ് ഞാനും രവിയും ജോലി നോക്കിയത്. ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു എന്ന് പറഞ്ഞ് അണ്ണൻ ഒരു ദിവസം ഫോൺ വന്നു. കണക്കിൽപ്പെടാത്ത കാശും ഡോക്യുമെന്റ് ഒക്കെ എടുത്തോണ്ട് നാട് വിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കാറിൽ വെച്ചോണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന പണവും ഡോക്യുമെന്റ് ഒക്കെ സേഫ് ആയിരിക്കും എന്ന് അണ്ണൻ വിചാരിച്ചു. എന്നെ പറഞ്ഞു വിടുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നീ വേണ്ട, അവൻ പോട്ടെ. രവിയോട് പോകാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നു. ശമ്പളത്തോടെയുള്ള ലീവല്ലേ, അവനങ്ങ് ഹാപ്പിയായി. എനിക്കാണെ കലിപ്പും. ബ്രോക്കറിനോട് പറഞ്ഞ ഒരു ഫിഗറിനെയും കൊണ്ട് അവനും നാട് വിട്ടു. ഇൻകം ടാക്സ് പ്രശ്നം തീർന്നപ്പോ തിരിച്ചു വാന്ന് പറഞ്ഞ് അവന് ഫോൺ ചെയ്തു. പക്ഷെ എന്റെ രവി ഫോൺ എടുത്തില്ല.